രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അഹല്യ തന്നോട് കഠിനമായിട്ട് ശിലയായി പോകാൻ വേണ്ടിയിട്ട് മുന്നറിയിപ്പ് നൽകിയ ശാപം നൽകിയ ഋഷിയോട് ഗൗതമനോട് ശാപമോചനം ആവശ്യപ്പെടുന്നതാണ്. ആ അവസരത്തിൽ ഋഷിവര്യൻ ഗൗതമൻ അഹല്യയോട് പറഞ്ഞു, ദുഷ്കൃതം ഒടുങ്ങുവാൻ ഈ തിന്നു ചൊല്ലിയിടുവൻ ദുഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവ്രതം. അല്ലയോ അഹല്യേ, നീ ചെയ്തു പോയതായ ആ ദുഷ്കൃതം, അരുതാത്തതായ പ്രവൃത്തി, മുനിപത്നിക്ക് ഒരിക്കലും ചേരാത്തതായ പ്രവൃത്തി, തപസ്സിൻ്റെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഏതൊരു ജീവാത്മാവിനെയും തള്ളിയിടുന്നതായ പ്രവൃത്തി, അതാണ് ദുഷ്കൃതം. അധ്യാത്മ വികാസത്തിൽ നിന്ന് താഴേക്ക് പതിക്കലാണ് ദുഷ്കൃതം. സാത്വിക ഗുണത്തിൻ്റെ അഭിവൃദ്ധിയിൽ നിന്നിട്ട് രജോ ഗുണത്തിലേക്കും തമോ ഗുണത്തിലേക്കും പതിക്കലാണ് ദുഷ്കൃതം. അത് ദൂരീകൃതമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വ്രതം, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല, വളരെ കാഠിന്യമേറിയതാണ്. ആ മഹാവ്രതത്തെ ഞാൻ പറഞ്ഞു തരാം. ആ മഹാവ്രതം നീ അനുഷ്ഠിക്കണം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ട് നീ രാമപാദാബ്ജം ധ്യാനിച്ച് ഇവിടെ വസിക്കണം. നീ ഒരു ശിലയായിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദമാകുന്ന താമരപ്പൂവിനെയും ധ്യാനിച്ചുകൊണ്ട് ഇവിടെ വസിക്കണം. വെയിൽ വരും, മഴ വരും, മഞ്ഞ് വരും, കൊടുങ്കാറ്റ് വരും, അത്യുഷ്ണം വരും, നല്ല തണുപ്പ് വരും. ഇതെല്ലാം ഇങ്ങനെ പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ, വന്നും പോയി നിൽക്കുമ്പോൾ അതിലൊന്നിലും വ്യാകുലപ്പെടാതെ, അതിലൊന്നിലും പരിഭ്രമിക്കാതെ, അതിലൊന്നിലും ചെല്ലാൻ മനസ്സിനെ അനുവദിക്കാതെ, മനസ്സിനെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന്റെ പാദത്തിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് നീ രാമൻ വരുന്നതുവരെ ഇവിടെ കഴിയണം 1000 ആണ്ടുകൾ. വെളിയിലുള്ള യാതൊന്നും തന്നെ നീ ശ്രദ്ധിക്കുക പാടില്ല. നിന്റെ സങ്കല്പം മുഴുവൻ രാമനിൽ തന്നെയായിരിക്കണം. അവിടെ നിന്നിട്ട് ഹൃദയം ഇളകാൻ പാടില്ല. അങ്ങനെ നീ കഠിനമായ തപസ് ചെയ്യുമ്പോഴേക്കും ശരീരം ശില പോലെയാണ്. മനുഷ്യ ശരീരം ഭൗതികമായ മാറ്റങ്ങളോട് പ്രതികരിക്കും. ഇത് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ബോധമണ്ഡലം പരിപൂർണമായിട്ടും ഏകാഗ്രമായി ഉള്ളിൽ ഭഗവത് ധ്യാനത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ചുറ്റുപാട് നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ യാതൊന്നും തന്നെ, കാലാവസ്ഥയുടെ ഭേദങ്ങൾ ഒന്നും തന്നെ, വിശപ്പ്, ദാഹം മുതലായ ഒന്നും തന്നെ ബാധിക്കുന്നില്ല അഹല്യയെ. അങ്ങനെ തപസ് ചെയ്യണം. തപസ്സിൻ്റെ അത്യന്തം ഉത്കൃഷ്ടമായിരിക്കുന്ന, ഉദാത്തമായിരിക്കുന്ന സ്ഥാനം. അപ്പോഴേക്കും ഭഗവാൻ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാലോ അദ്ദേഹത്തിൻ്റെ പാദം നിനക്ക് കാണുവാനായിട്ട് യോഗമുണ്ടാകും. ശ്രീരാമ പാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങൾ എല്ലാമെന്നറിഞ്ഞാലും എന്നാണോ ശ്രീരാമന്റെ പാദമാകുന്ന താമരപ്പൂവിൻ്റെ സ്പർശം നിനക്ക് കൈവരുന്നത്, അന്ന് നിന്റെ ദുരിതങ്ങളെല്ലാം തന്നെ തീരും. നീ പവിത്രയായി തീരും. അന്ന് ഭഗവാനെ നമസ്കരിച്ച്, ഭഗവാനെ സ്തോത്രം ചെയ്ത്, ഭഗവാന്റെ അനുവാദത്തോടുകൂടി അങ്ങേയറ്റം പുണ്യവതിയായി തീർന്ന് നീ ഇവിടെ നിന്ന് ഞാൻ തപസ് ചെയ്യുന്ന ഹിമാലയത്തിലേക്ക് വന്നു ചേരുക. ഇങ്ങനെ അഹല്യ അവിടെ ഗൗതമാശ്രമത്തിൽ തപസ് ചെയ്യുന്ന അവസരത്തിൽ, രാമനെ തന്നെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ അഹല്യയെ കാണാൻ ആർക്കും പറ്റൂല. ആരാലും കണ്ടുകൂടാതെ ഒരു പാഷാണാംഗിയായി
ആർക്കും കാണാൻ കഴിയില്ല അഹല്യയെ. അങ്ങനെ കല്ല് പോലുള്ള ശരീരത്തോടു കൂടിയവളായിട്ട്, കല്ലായിട്ട്, ഉഗ്രമായ തപസ്സോടു കൂടിയിട്ടിരിക്കുന്ന ആ അഹല്യയെ, ശിലാരൂപത്തെ, ഗുരുനാഥനായിരിക്കുന്ന വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആ ആശ്രമത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് രാമന് കാണിച്ചു കൊടുത്തു. ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ശ്രീരാമൻ എന്ത് ചെയ്തു? ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ആ ശിലയുടെ പുറത്ത്. തൻ്റെ പാദമാകുന്ന താമരപ്പൂവിനെ അദ്ദേഹം മെല്ലെ വച്ചു. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? രാമോഹം എന്ന് പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. രാമോഹം, ഞാൻ രാമനാകുന്നു. അമ്മയെ ഉണർന്നാലും ആരെ കാണാൻ വേണ്ടിയിട്ടാണോ അമ്മ കഠിനമായിരിക്കുന്ന തപസ് ചെയ്യുന്നത്, ആ വ്യക്തി രാമൻ, ദശരഥപുത്രൻ ഇതാ വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് കോമളരൂപനായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ മുനിപത്നിയെ വണങ്ങി. ഭഗവാൻ പോലും സ്ത്രീത്വത്തെ അങ്ങേയറ്റം ആദരിക്കും. സ്ത്രീ എന്നത് അമ്മയാണ്. അഹല്യയെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുനാഥൻ തന്നെയുമാണ്. രാമൻ്റെ പാദത്തിൻ്റെ സ്പർശം കൊണ്ടാണ് അഹല്യയ്ക്ക് ആ ശിലാരൂപത്തിൽ നിന്നിട്ട് വിമുക്തി കൈവരുന്നത്, സകല പാപങ്ങളും തീരുന്നത്. അങ്ങനെ അഹല്യയ്ക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള യോഗ്യത പകരുന്ന രാമൻ ആ അഹല്യയെ വണങ്ങുന്നു. അഹല്യയെ ദണ്ഡനമസ്കാരം ചെയ്തു. അമ്മേ, ഞാനിതാ വന്നു ചേർന്നിരിക്കുന്നു രാമൻ എന്ന് പറഞ്ഞിട്ട് അമ്മയെ നമസ്കരിച്ചു. സന്തോഷത്തോടുകൂടി സൗന്ദര്യധാമമായിരിക്കുന്ന രാമൻ നമസ്കരിച്ചു. അഹല്യ ആ ശബ്ദം കേട്ട് എത്രയോ ആയിരത്താണ്ടുകളായിട്ട് താൻ കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ശബ്ദം, കാണാൻ കൊതിക്കുന്നതായ രൂപം, ആ ശബ്ദം കേട്ടിട്ട് ആ രൂപം കാണാൻ വേണ്ടി കണ്ണു തുറക്കുകയാണ്. അപ്പോഴേക്കും അന്നേരം നാഥൻ തന്നെ കാണായത് അഹല്യയ്ക്കും. നാഥനെ, പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന രാമനെ അഹല്യയ്ക്ക് കാണാൻ കഴിഞ്ഞു. എങ്ങനെ? ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും. മാറില് ശ്രീവത്സമുണ്ട്. മുഖത്തിൽ നിന്നിട്ട് ഈ ലോകത്തെ മുഴുവൻ വശീകരിക്കുന്നതായ പുഞ്ചിരിയുടെ പ്രകാശം എമ്പാടും വ്യാപിക്കുന്നു. മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു. കയ്യിൽ വില്ലും അമ്പുമുണ്ട് എന്ന് മാത്രമല്ല, വാസവ നീലമണി സംകാശ ഗാത്രത്തോടും ഇന്ദ്രനീലക്കല്ലിനോട് മത്സരിക്കുന്ന അതിന് തുല്യമായ വർണ്ണത്തോടുകൂടിയ ശരീരത്തിൻ്റെ ശോഭ, അങ്ങനെ ഉള്ള രൂപത്തോടുകൂടി തൻ്റെ മുന്നിൽ താൻ ഏറെക്കാലമായി, എത്ര വർഷം കടന്നുപോയി എന്നറിയില്ല, ഏകാഗ്രതയാൽ ആ പവിത്ര രൂപത്തെ കണ്ടു സന്തോഷിച്ചു. അഹല്യ 10 ദിക്കും കാന്തി നിറയുന്നു രാമചന്ദ്രൻ്റെ പ്രഭാവത്താൽ. ഇതെല്ലാം കണ്ടിട്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാനെ അഹല്യ ജ്ഞാനോദയത്താൽ സ്തുതിക്കുന്നു. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനസ്വരൂപനെ കണ്ടു കഴിഞ്ഞാൽ ആരുടെ ഹൃദയത്തിലും പരിപൂർണമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനമുദിക്കും. പിന്നെ പറയുന്നതെല്ലാം ഉപനിഷത്ത് തന്നെയായിരിക്കും, വേദമന്ത്രങ്ങൾ തന്നെയായിരിക്കും. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതുമൂലം നിന്നെ കാണാൻ കഴിഞ്ഞു. ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ കൃതാർത്ഥയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ജന്മം കൊണ്ട് എന്താണോ നേടേണ്ടത് അത് ഞാനിതാ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ പാദം അങ്ങ് എൻ്റെ പുറത്ത് വച്ചു. ഇത്രയും ഭാഗ്യം ഈ ലോകത്ത് ആർക്കാനുണ്ടാവുക? അങ്ങയുടെ പാദത്തിൻ്റെ മഹിമ അത് അറിവുള്ള ആളുകൾക്ക്, ഇതിഹാസ പുരാണങ്ങൾ വായിക്കുന്ന ആളുകൾക്ക്, വേദമന്ത്രങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് നന്നായി അറിയാം. ത്വൽപാദാംബുജ പാംസ പവിത്ര ഭാഗീരഥി. ഭാഗീരഥി ഗംഗാനദി പവിത്രയാണ് എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ പാപത്തെ ദൂരീകരിക്കുന്നവളുമാണ്.
ഗംഗാനദിക്ക് ഈ പവിത്രത എങ്ങനെ വന്നു? ഗംഗാനദി ഭഗവാന്റെ പാദത്തിൽ നിന്നിട്ടാണ് ഉത്ഭവിക്കുന്നത്. അങ്ങനെ ആ പാദമാകുന്ന താമരപ്പൂവിലെ പൊടിയേറ്റിട്ടാണ് ഗംഗാനദി ഇത്രയേറെ പവിത്രയായി തീർന്നത്. എന്ന് മാത്രമല്ല, സർപ്പഭൂഷണൻ, വിരിഞ്ചൻ, പിന്നെ ലോകത്തിലുള്ള എല്ലാ ദേവതമാരും അവരെല്ലാവരും പവിത്രമായി തീരുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ പാദത്തെ ഉപാസിക്കുന്നത് കൊണ്ടാണ്. അവരെല്ലാവരും അങ്ങയെ നിരന്തരം ധ്യാനിക്കുന്നു. ഞാൻ പണ്ടം കാണ്ടോ ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് എനിക്കിങ്ങനെ അല്ലയോ ഭഗവാനെ അങ്ങയെ കാണാനുള്ളതായ യോഗം വന്നു. ഈ പാദത്തെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. ജ്ഞാനം, അതാണ് വേദങ്ങൾ. വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അത് തന്നെ. ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. ഋക്കും യജുസ്സും സാമവും അഥർവവും എന്തിനെയാണ് അന്വേഷിക്കുന്നത്? അല്ലയോ ഭഗവാനെ അങ്ങയുടെ പാദങ്ങളെയാണ് അന്വേഷിക്കുന്നത്. എന്ന് മാത്രമല്ല, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും. ലോകത്തിൽ ജീവരാശികൾക്ക് വേണ്ടുന്നതായ ശരീരത്തെ നിർമ്മിച്ചു കൊടുക്കുന്നവനായ, അങ്ങനെ സൃഷ്ടികർമ്മത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നവനായിരിക്കുന്ന ബ്രഹ്മാവ് അങ്ങയുടെ നാഭിയിലാണ് ജനിച്ചത്. അല്ലയോ ഭഗവാനെ, ഇതാണ് അങ്ങയുടെ പവിത്രതയെ നമുക്ക് കാണിച്ചു തരുന്നതായ അനേക ആയിരം ഉദാഹരണങ്ങളിൽ ചിലത്. യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് കഠിന തപസ് അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് നിർവഹിക്കുന്ന മഹാദേവൻ അങ്ങയുടെ നാമത്തെയാണ് രാമ 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 എന്നാണ് ജപിക്കുന്നത്. അങ്ങനെയുള്ള ആദ്യനായ, അദ്വയനായ, ഏകനായ, അവ്യക്തനായ, അനാകുലനായ അല്ലയോ രാമ, അങ്ങയുടെ പാദങ്ങൾ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. ഈ ലോകത്തുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വ പദാർത്ഥങ്ങളുടെ പുറത്തും അകത്തും യാതൊരു വ്യത്യാസവും കൂടാതെ അല്പം പോലും ഇടം വിട്ട് അവശേഷിപ്പിക്കാതെ ഇടതോർന്ന സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് തന്നെയാണ്. അധ്യാത്മരാമായണം സമ്പൂർണമായിട്ടും ഉപനിഷത്താണ്. ഇതിലെ ഓരോ വരിയിലും ഉപനിഷത്തിലെ മന്ത്രങ്ങൾ നമുക്ക് അതേ പ്രകാരത്തിൽ കേൾക്കാം. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണത്. ഈ ലോകത്തിൽ ചലിക്കുന്നവയായും ചലിക്കാത്തവയായും ജീവനുള്ളവയായും ജീവനില്ലാത്തവയായും എന്തൊക്കെയാണോ ഉള്ളത് അവയെല്ലാം ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. അതാണ് ഈ ലോകത്തുള്ള സർവ്വ പദാർത്ഥങ്ങളുടെയും ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങാണ് ഭക്താനാം മുക്തിപ്രദൻ. ആരാണോ ഭക്തന്മാരായിട്ട് അങ്ങയുടെ പാദാംബുജത്തെ ശരണം പ്രാപിക്കുന്നത് അവർക്കെല്ലാം മുക്തിയെ, ദുഃഖനിവൃത്തിയെ വരുത്തുന്നത് അങ്ങാണ്. യുക്താനാം യോഗപ്രദൻ. ആരാണോ യോഗമാർഗത്തിലൂടെ സഞ്ചരിച്ച് അങ്ങയുടെ അഭിമുഖമായിട്ട് ഉയർന്ന് അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അവർക്ക് യോഗത്തെ, അങ്ങയുമായി ഐക്യഭാവത്തെ നൽകുന്നതും അങ്ങ് തന്നെയാണ്. സക്താനാം ഭുക്തിപ്രദൻ. ആരാണോ ലൗകികമായ സുഖങ്ങൾ കൊതിച്ചുകൊണ്ട് അങ്ങയെ ശരണം പ്രാപിക്കുന്നത് അതാണ് സക്തന്മാർ, ആസക്തിയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങ് എന്ത് ചെയ്യും? ഭുക്തിപ്രദനാണ്. അവരാഗ്രഹിക്കുന്നതായ സുഖങ്ങളെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കും. അതേപോലെ സിദ്ധാനാം സിദ്ധിപ്രദൻ. സിദ്ധന്മാരായിരിക്കുന്ന ഋഷിവര്യന്മാർക്ക് വേണ്ടുന്നതായ സർവ സിദ്ധികളെയും നൽകി അനുഗ്രഹിക്കുന്നതും അങ്ങ് തന്നെ. ഇങ്ങനെയുള്ള അല്ലയോ രാമ, അങ്ങയോട് എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എത്ര കുത്രാവി വസിച്ചിടിലും, ഞാൻ ഈ ലോകത്ത് എവിടെ വസിച്ചാലും എന്നും എൻ്റെ മനസ്സ് എല്ലാ നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതെ ഒരു ഭക്തിയുണ്ടാക വേണം. എൻ്റെ മനസ്സിന് അങ്ങയുടെ
പാദമാകുന്ന തളിരിലകളിൽ, തളിരില പോലെ മൃദുലമായിരിക്കുന്ന അങ്ങയുടെ പാദങ്ങളിൽ ഒരിക്കലും ഇളക്കം വരാതെ എപ്പോഴും അചഞ്ചലമായിട്ട് കുടികൊള്ളാൻ, ആ പാദങ്ങളെ തന്നെ നിരന്തരം ധ്യാനിക്കാൻ, ജപിക്കാൻ, അതിൽ ആഹ്ലാദിക്കാൻ ഉള്ളതായ അനുഗ്രഹം അങ്ങ് നൽകണം. ഭക്തി അങ്ങ് എനിക്ക് നൽകണം. ഭഗവാന്റെ പാദങ്ങളിൽ അചഞ്ചലമായിട്ട് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്ന അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന് പറയുക. ഈ പ്രകാരത്തിലുള്ള ഭക്തി അല്ലാതെ അപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. ഇതല്ലാതെ വേറൊന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നില്ല. സമ്പത്ത് വേണ്ട, അധികാരം വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, സാമ്രാജ്യം വേണ്ട. അല്ലയോ രാമ, അങ്ങയുടെ പാദങ്ങളിൽ ഒരിക്കലും ഇളക്കം വരാത്തതായ ഭക്തി, അത് മാത്രം അങ്ങ് എനിക്ക് തന്നാൽ മതി. ഭക്തി കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാവർക്കും പരമമായിരിക്കുന്ന നിശ്രേയസ്, ബ്രഹ്മപദപ്രാപ്തി കൈവരിക. അതുകൊണ്ട് അഹല്യയെ പോലുള്ള അനേകം ആളുകളെ, ഭക്തന്മാരെ, സിദ്ധന്മാരെ നമ്മൾ ഇതിനകത്ത് കാണും. രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് ഭഗവാൻ അവരോട് പറയുമ്പോഴേക്കും ഭക്തി മാത്രം മതി, അല്ലാതെ വേറൊന്നും വേണ്ട. എന്തു ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഭഗവാൻ. പക്ഷെ അദ്ദേഹത്തോട് അവർക്കെല്ലാം ചോദിക്കാൻ സാധിക്കുന്നത് ഭക്തി മാത്രം. അതാണ് ജീവിതത്തിലെ പരമമായിരിക്കുന്ന ഭാഗ്യം. ഭഗവാനെ കൂപ്പി സ്തുതിച്ച് ഭഗവാൻ അചഞ്ചലമായിരിക്കുന്ന ഭക്തി അഹല്യയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് അഹല്യയെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ പാദസ്പർശത്താൽ സർവ്വ പാപങ്ങളിൽ നീങ്ങി അഹല്യയ്ക്ക് ജ്ഞാനോദയമുണ്ടായി, ആനന്ദോദയമുണ്ടായി. ഭക്തി അചഞ്ചലമായി നിലകൊള്ളട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് ഭർത്തൃ സമീപത്തേക്ക് പൊയ്ക്കൊള്ളാനായിട്ട് ഭഗവാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അഹല്യ അവിടെ ഭഗവാനെ നമസ്കരിച്ചിട്ട് ലോകേശ്വര അനുജ്ഞയാ പോയി ഇത് പവിത്രയായിട്ട് ലോകേശ്വരൻ്റെ അനുജ്ഞയോടുകൂടി തൻ്റെ ഭർത്തൃ സമീപത്തേക്ക്, ഗൗതമൻ്റെ സമീപത്തേക്ക് അഹല്യ പോവുകയും ചെയ്തു.